റഹ്മാനെ പെരിയോരകി അന്നാഗ്രാകെ മണ്ണിൽ പൊതുമായ വീരുണ്ട് അന്നാഗ്രാകെ മണ്ണിൽ പൊതുമായ വീരുണ്ട് നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണുപോൽ എങ്ങിരുന്നാലും വിണ്ടാവൾ തയ്യായ ഊത്തരും കണ്ടില്ല നിന്നയവ്. കുഴപ്പമില്ല, കൊള്ളാം, നന്നായിരിക്കുന്നു. മൂവി വെരി ഗുഡ്. പൃഥ്വിരാജ് ആക്ടിങ് ഈസ് ആസം. പടം കാരണം ഈ നോവൽ വായിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് അതൊരു കാണാൻ തോന്നുന്നത്. സൂപ്പർ പടമാണ്, സൂപ്പർ. എടുത്തു പറയാനായിട്ട് ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ്. പക്ഷേ ശരിക്കും നമ്മൾ അതുമായിട്ട് മിങ്കിൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ലൈഫ്, കാരണം ആ മനുഷ്യൻ അനുഭവിച്ചൊരു വേദന നമ്മുടെ ഒരു ബ്രദറാണ് ഈ ഒരു പടം ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ അകപ്പെട്ടു പോയെങ്കിൽ അവർ അനുഭവിക്കേണ്ട ഒരു തിക്ത അനുഭവമാണ്, വളരെ വേദനാജനകമാണ്. പക്ഷെ പിന്നെ ഒരു എന്താ പറയുക, പൃഥ്വിരാജിൻ്റെ കൂടെ വന്ന് ആ പയ്യൻ മരിക്കേണ്ടിയിരുന്നില്ല. അവരും കൂടെ അത് വലിയൊരു വിഷമമായിപ്പോയി. പിന്നെ രക്ഷപ്പെടുത്തിയ മനുഷ്യൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. എന്തായാലും കൊള്ളാം, ഇരുത്തി ചിന്തിപ്പിക്കാൻ പറ്റിയൊരു പടം. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, വളരെ നല്ല സിനിമ. ഇതൊരു ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ആടുജീവിതത്തിന് മുൻപും ശേഷവും എന്നുള്ള ഒരു അത്രയേ ഉള്ളൂ, കൂടുതൽ പറയേണ്ട കാര്യമില്ല, അത് മതിയാവും. നോവൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. നോവൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുമ്പേ ഞാൻ വായിച്ചതാണ്. എനിക്ക് തോന്നുന്നു നോവൽ വായിക്കാത്തവർക്ക് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. എന്നാലും നോവൽ വായിച്ചവർക്ക് മോശമൊന്നല്ല ഈ അർത്ഥം, വളരെ മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കയറിയ സ്ക്രീനിൽ ഹൗസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ തന്നെ ഞാൻ 2ാം തവണയാണ് കാണുന്നത്. ഞാൻ ആദ്യത്തെ തവണ പോയി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തൃപ്തിയായത് ഈ 2ാമത് കണ്ടപ്പോഴാണ്. നന്നായിരുന്നു, കുഴപ്പമില്ല. നല്ല വിഷ്വൽസ് ആയിരുന്നു, നല്ല ഫ്രെയിം ആയിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ത്രൂ ഔട്ട് ഒരു ലാഗും ഇല്ല, അത് പ്രോപ്പറായിട്ട് നമ്മൾ ഇരുത്തും. സോ നൈസ്. ഞാൻ വായിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ മലയാളം അങ്ങനെ വായിച്ച് ശീലമില്ല, അത് അത്രയേ ഉള്ളൂ. വായിച്ചിട്ടില്ലേ നിങ്ങൾ? വായിച്ചു. ആ ഫീൽ ഒരിക്കലും ഒരു സിനിമയ്ക്ക് അത്രയും ആഴത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ സിനിമ സൈഡ് നോക്കുമ്പോൾ മേക്കിങ് ബാക്കിയെല്ലാം കൊള്ളാം, ഒന്നും പറയാനില്ല. മലയാള സിനിമയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യത്തെ ആ തുടക്കത്തെ നമ്മുടെ ടൈറ്റിൽ കാണിക്കുന്നതിന് മുമ്പുള്ള സീനുകൾ, പിന്നെ ഫ്രെയിംസ് ഒന്നും മലയാള സിനിമയുടേതായ ഒരു സാധനം എന്നുള്ള കിട്ടുന്നത്. അതൊക്കെ ആ സാധനത്തിനൊന്നും പറയാനില്ല. ഇത് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഇനി നല്ലതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൽ മ്യൂസിക് എല്ലാം കൊള്ളായിരുന്നു. എനിക്ക് അതുപോലെ മറ്റേ ആ പയ്യനായിട്ട് അഭിനയിച്ചില്ലേ, കൂടെ വന്ന പയ്യനായിട്ട് ഹക്കീമായിട്ട് അഭിനയിച്ച് ക്ലാസ് ആയിരുന്നു. അതൊരു എനിക്ക് അഭിനയം ബേസ് നോക്കുവാണെങ്കിൽ ഹക്കീമിൻ്റെ അഭിനയമാണ് ക്ലാസ് സാധനമായിരുന്നു. ആ ലാസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ബാക്കിയെല്ലാം കൊള്ളാം. പിന്നെ വായന ഇതുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ആ ചോദ്യത്തിൽ തന്നെ അർത്ഥമില്ല. കാരണം ഒരിക്കലും വായിക്കുന്ന ഒരു സാധനത്തിൻ്റെ ഫീല് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭയങ്കര വലിയ ഒരു ഇതുള്ള സാധനം, അത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇമോഷൻ സൈഡാണ് ഏറ്റവും വലുതായിട്ട് ഇരിക്കുന്നത്. ആ സാധനം ഒരിക്കലും മേക്ക് ചെയ്ത് അല്ലെങ്കിൽ അത്രയും സാധനം കൊണ്ടുവരാൻ പറ്റില്ല, ആരും എടുത്താലും പറ്റില്ല. അതുകൊണ്ട് വായനയുടെ സാധനം ഇതുമായിട്ട് ചേരത്തില്ല. സിനിമയായിട്ട് ബേസിനകത്ത് ക്ലാസ് കൊള്ളാം, നല്ല പടമാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല അഭിനയം, മേക്കപ്പ് അടിപൊളി, അവൻ ചെയ്ത ക്യാരക്ടർ സൂപ്പർ. ഗ്ലസിയുടെ ചിത്രം ഇത് തന്നെ പൊളിച്ച് അടിക്കണം. നല്ല പടം, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ നല്ല കരയാനൊക്കെ ഉണ്ട്. കാരണം പിന്നെ നല്ലപോലെ കരയും, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ നല്ല ആക്ടിങ്, ഒരു മികച്ച അവാർഡ് കിട്ടും മിക്കവാറും. നല്ല അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഇതിലായിട്ട് സൂപ്പർ, കൊള്ളാം. പ്ലസ് ഈ ചിത്രം പൊള്ളി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഈ പൃഥ്വിരാജിൻ്റെ പടം ഇങ്ങനെ തിയേറ്ററിൽ കാണാൻ. അത് നല്ലൊരു ഫീലായിപ്പോയി. എനിക്ക് പറയാനൊന്നും തോന്നില്ല. ഞാനൊരു മൂവി എഡിറ്ററാണ്, എന്നാലും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം കണ്ട് കരയുന്നത്. ഞാൻ ഒരു പ്രൗഡ് മൂമെൻ്റാണ്, ഒരു മലയാളി എന്ന രീതിയിൽ പ്രൗഡ് മൂമെൻ്റായിട്ടാണ് നിൽക്കുന്നത്. അടിപൊളിയായിരുന്നു സിനിമ. പൃഥ്വിരാജ് നല്ലോണം അഭിനയിച്ച് നല്ല ഫീലായി. യഥാർത്ഥ സ്റ്റോറി വെച്ചാൽ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിന് ഓസ്കാർ അവാർഡ് കിട്ടണമെന്നാണ് ആഗ്രഹം. അടിപൊളി സിനിമയായിരുന്നു, വേറെ ഒന്നും പറയില്ല.